നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിയും DMK നേതാവുമായ TM അൻബരശൻ. താൻ മന്ത്രിയല്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെട്ടിക്കഷ്ണങ്ങളാക്കുമായിരുന്നു എന്നാണ് TM അൻബരശൻ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ദേശീയതയും സനാതന ധർമ്മത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും എല്ലാം DMK നേതാക്കൾ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം രാജ്യത്ത് എല്ലാവർക്കും അറിവുള്ളതാണ്. ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതന ധർമ്മത്തെ പറ്റിയുള്ള വിവാദ പരാമർശം DMK കുറച്ചൊന്നുമല്ല വെട്ടിലാക്കിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെട്ടിക്കഷ്ണങ്ങളാക്കുമെന്ന തരത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി തന്നെ പരസ്യമായി പ്രസ്താവന നടത്തുന്നത്. എത്രയോ പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. DMK ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം പറയാം, DMK ഒരു സാധാരണ പാർട്ടിയല്ല. ഒരുപാട് പേരുടെ ത്യാഗം കൊണ്ട് വളർന്ന പാർട്ടിയാണ്, രക്തം ചിന്തി വളർന്ന പാർട്ടിയാണ്. DMK ഇല്ലാതാക്കുമെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർ മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കൊള്ളൂ. മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ശാന്തനായിരിക്കുന്നത്, അല്ലായിരുന്നുവെങ്കിൽ ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെട്ടി കഷ്ണങ്ങളാക്കിയേനെ എന്നാണ് ഈ മന്ത്രി TM അൻബരശൻ പറഞ്ഞത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ 71ാമത് ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ചെന്നൈ പല്ലാവരത്ത് പമ്മൽ സൗത്ത് റീജിയന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ TM അൻബരശന് മറുപടിയുമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. മോദിയെ കൈവയ്ക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പറ്റുമെങ്കിൽ അൻബരശൻ എൻ്റെ മേൽ ഒന്ന് കൈവച്ച് നോക്കൂ. അൻബരശനെ നേരിടാൻ BJPയുടെ ഒരു ജില്ലാ നേതാവ് മാത്രം മതി. ആദ്യം അയാൾ ഞങ്ങളുടെ മേൽ ഒന്ന് കൈവച്ച് നോക്കട്ടെ എന്നാണ് അണ്ണാമലൈ ഇതിന് നൽകിയിരിക്കുന്ന മറുപടി. എന്തായാലും ഇത് ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ വിവാദമാകുന്നുണ്ട്. ഒരു പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കുക, അതും ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന മന്ത്രി തന്നെ അത്തരത്തിലുള്ള വധഭീഷണി മുഴക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. എന്തായാലും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വലിയ തോതിൽ തന്നെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഈ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.